ഇതിൽ ഒരെണ്ണം മതി വയറും മനസ്സും നിറയാൻ. ഇത് ചപ്പാത്തിയാണോ? അല്ല. ബ്രെഡാണോ? അതുമല്ല. രണ്ടിൻ്റെയും ഇടയിലുള്ളതും ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതുമായ ഒരു കംപ്ലീറ്റ് സൂപ്പർ ഫുഡാണിത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ടേസ്റ്റി റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാൻ ആദ്യം ചെയ്യേണ്ടത് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. കൂടെ 1/2 ടീസ്പൂണ് ഷുഗറും. പഞ്ചസാര ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ പലഹാരത്തിന് മധുരം ഉണ്ടാകില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഈസ്റ്റ് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടുക. കൂടെ ആവശ്യത്തിന് ഉപ്പും. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണേലും ഉപയോഗിക്കാം. ഇനിയും ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുഴയ്ക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. മുട്ടയുടെയും പാലിൻ്റെയും നനവ് മതി. കുറച്ച് നേരം കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കുക. അതിനുശേഷം കൈകൊണ്ടിത് നന്നായി കുഴയ്ക്കണം. അങ്ങനെ മാവ് നല്ല സോഫ്റ്റ് ആക്കുക. ഇനി കുറച്ച് നേരം ഇത് അടച്ചു വെക്കുന്നു. ഇത് ബണ്ണൊക്കെ ഉണ്ടാക്കാനായി വെക്കുന്നത് പോലെ ഒത്തിരി നേരം വെക്കണ്ട. കുറച്ച് സൈസ് ഒന്ന് കൂടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഓൾറെഡി മസാലയും ഉപ്പും ഒക്കെ ഇട്ട് വെന്ത ബീഫാണ്. അത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം. അതുപോലെ ചെറിയൊരു സബോള ചെറുതായി അരിഞ്ഞു, അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അരിഞ്ഞ കറിവേപ്പില, ഇതിനാവശ്യമായ ഉപ്പ് എല്ലാം കൂടി മിക്സ് ആക്കുക. ഇവിടെ ഞാൻ ഉള്ളിയൊന്നും വഴറ്റുന്നില്ല. വഴറ്റിയില്ലേലും ഈ രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി ഈ മിക്സിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ബീഫ് കൂടി ഇട്ട് നന്നായി വീണ്ടും ഇളക്കി മാറ്റി വെക്കുക. ബീഫിന് പകരം മുട്ടയോ ചിക്കനോ ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ കുഴച്ചു വെച്ച മാവ് കുറച്ച് സൈസ് കൂടി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്നുകൂടി കുഴയ്ക്കുക. എന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. പരത്താനായിട്ട് പൊടിയൊന്നും വിതറേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ കയ്യിൽ തടവിയാൽ മതി. ഇനി ഇത് ചെറിയ കനത്തിൽ പരത്തിയെടുക്കുക. പെട്ടെന്ന് പരന്നു വരും. ഇനി ഇതൊരു കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചോ ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കുക. മുറിച്ച ഓരോന്നും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതുപോലെ ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് മറ്റേ പീസ് കൊണ്ട് അടച്ച് പ്രസ് ചെയ്യുക. വലിയ സൈസിലും വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. അതുപോലെ അടച്ച് പ്രസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ ഇവിടെ കൊടുക്കാം. അരികുവശം നന്നായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് തുറന്നു പോകും. ഇനിയും ഒരു പാൻ ചൂടാക്കുക. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായാൽ മതി. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ടിടുക. എണ്ണ കുറച്ച് മതി. ഇത് ഇട്ട് കഴിഞ്ഞിട്ടും ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു വശം ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിടുക. ഇപ്പോൾ 2 വശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ സൈഡും ബ്രൗൺ കളർ ആകാനായിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പലഹാരം റെഡിയായി. ഗോതമ്പും വെജിറ്റബിൾസും നോൺ വെജും എല്ലാം ചേർത്തുള്ള ഈ ഒരു കംപ്ലീറ്റ് ഫുഡ് കഴിക്കാനും കാണാനും എല്ലാം നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായോ ഡിന്നറായോ ഒക്കെ കഴിക്കാവുന്ന ഈ പലഹാരം യാത്രയിൽ കൊണ്ടുപോകാനും ടിഫിനായി കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ്. എപ്പോഴും ചപ്പാത്തിയും ബ്രെഡും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്കിടെ ഈ പലഹാരം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഈ ഗോതമ്പ് പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.